ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ആളുകൾ ചിന്തിക്കുന്നത് ഇതേ സമയത്ത് UDF ആയിരുന്നെങ്കിൽ ഇതിന്റെ 10-1 സംഭവിക്കുമോ? അത് കൃത്യമായിട്ട് ഇവർക്കറിയാം. തമിഴ്നാട് ഇത്രയും ഗൗരവതരമായ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു, അവരുടെ ഒരു ആരാധനയും തോന്നും തമിഴ്നാട് രാഷ്ട്രീയത്തോട് കൂടി. പ്രസ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി ആദ്യം ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലല്ലോ. പിന്നെ അതെല്ലാം നിങ്ങൾ അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ പോട്ടെ. നമുക്ക് പിന്നെ എന്താണ് ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷത്തിന് മുമ്പുള്ള 5 കൊല്ലത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയും. അത് വളരെ ക്രിസ്പായി പറഞ്ഞ വളരെ യാഥാർത്ഥ്യമാണത്. ഈ തെരഞ്ഞെടുപ്പ് രംഗം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അതിപ്പം കേരളത്തിൽ മാത്രമല്ലല്ലോ, 5 സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പാണ്. കേരളമുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്, തമിഴ്നാടുണ്ട്, ആസാമുണ്ട്, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയാണ്. അപ്പോൾ ഈ 5 സ്ഥലത്തോട്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വളരെ പ്രബുദ്ധമായ ഒരു ജനതയ്ക്കും ഇടയിലുള്ളൊരു ചർച്ചയാണ്. പക്ഷേ വിചിത്രകരമായ ഒരു കാഴ്ച തമിഴ്നാട്ടിലും ആസാമിലും, പ്രത്യേകിച്ച് ആസാമിൽ കോൺഗ്രസ് ഉയർത്തുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിന് അവിടെ വികസനം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള. തമിഴ്നാട്ടിൽ അവിടെ ഉയരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളും അതിൽ ആ സംസ്ഥാനത്തിനോട് വരുന്ന അവഗണനയെ പറ്റിയിട്ടുമാണ്. വെസ്റ്റ് ബംഗാളും കൃത്യമായി തന്നെ അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്തു, പ്രത്യേകിച്ചും ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ചർച്ചകൾ. പുതുശ്ശേരി സമാനം. പക്ഷേ ഇതിനെയൊക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഈ ഫെഡറൽ സംവിധാനത്തിനകത്ത് BJP കൊണ്ടുവരുന്ന മായം ചേർക്കൽ ഏറ്റവും ഗൗരവതരമായി ഫേറ്റലായി ബാധിക്കുന്നൊരു സംസ്ഥാനം കേരളമാണ്. നമുക്ക് വലിയ ദുരിതങ്ങൾ വന്നപ്പോൾ പോലും നിർബന്ധമായും നിയമപരമായും നൽകേണ്ട സഹായം പോലും നിഷേധിച്ചൊരു കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. നമുക്ക് മറ്റു പല രീതിയിലും നമുക്ക് കിട്ടേണ്ട വീതം, ഇപ്പോൾ GSTയുടെ വീതം, ഇങ്ങനെ പറയുന്ന എല്ലാത്തിനകത്തും, നമ്മുടെ കടമെടുപ്പ് പരിധി എല്ലാത്തിനകത്തും. അപ്പോൾ അങ്ങനെ നിന്നിട്ടും ഇവിടുത്തെ ചർച്ചകളിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, അങ്ങനത്തെ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയിട്ടോ നാളത്തെ വികസനത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ വരുന്നില്ല. ജയചന്ദ്രൻ ഏതായാലും ഈ സർവീസ് മേഖലയിലേക്ക് ഇത്തിരുന്നിരുന്ന വളരെ കാലം വരുന്ന ഒരാളാണല്ലോ. ജയചന്ദ്രൻ എന്താണ് അതിനെപ്പറ്റി? വക്കീൽ പറഞ്ഞത് ശരിയാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്നലെ തമിഴ്നാട്ടിലെ ഒരു ചാനൽ ഡിബേറ്റ് ചർച്ച കേട്ടു. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. നമ്മൾ പണ്ട് തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നറിയാമല്ലോ, സിനിമാ നടന്മാരും ചലച്ചിത്ര നടന്മാരുമായി സ്വാധീനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയമാണ്. നമുക്ക് MGR ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ വിജയ് ഉൾപ്പെടെയുള്ളവർ വന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. പക്ഷേ വളരെ അത്ഭുതകരമായി തോന്നിയത് കൃത്യമായ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ വിവേചനപരമായി ഇടപെടുന്നതെന്നും ഫെഡറലിസം എങ്ങനെ അസ്തമിക്കുന്നു എന്നും വളരെ സജീവമായ ചർച്ച. എനിക്ക് തോന്നുന്നത് നമ്മളൊരു ജനാധിപത്യം അതിൻ്റെ ഒരു സാർത്ഥകമാകുന്നത് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, ജനങ്ങൾക്ക് ജനാധിപത്യത്തോടുള്ള കൂറ്, ജനാധിപത്യം എങ്ങനെയാണ് പ്രതിഫലിക്കേണ്ടതെന്ന് ചിന്തിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ചർച്ചകളിൽ അതിന് പ്രാധാന്യമുണ്ട്. നമ്മൾ കേരളം അതിനകത്ത് ഒരുപാട് പുറകിലേക്ക് പോയി എന്ന് എനിക്ക് 2-3 ദിവസത്തെ കനൽ ടീമിൻ്റെ ചർച്ച കേട്ടപ്പോഴും എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. യാഥാർത്ഥ്യമാണ്. തമിഴ്നാട്ടിൽ പക്ഷേ ഗവർണറുടെ നിയമനം വളരെ നന്നായി, ഗവർണറുടെ അധികാരപരിധിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. അതിനേക്കാളും അതിശയകരമായി തോന്നിയത് അമേരിക്കൻ ഐക്യനാടുകളിലെ ഫെഡറൽ സംവിധാനം. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും എന്തൊക്കെ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞാലും, സാമ്രാജ്യത്വവാദികളാണെന്നൊക്കെ പറഞ്ഞാലും, അമേരിക്കയിലെ ജനാധിപത്യം കുറച്ചുകൂടി സക്രിയമാണ്. അപ്പോൾ അവിടുത്തെ ഫെഡറൽ സംവിധാനം എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഫെഡറൽ സംവിധാനത്തിനകത്ത് വളരെ സുന്ദരമായി നീങ്ങുന്നത് എന്നുള്ളത് നന്നായി ചർച്ച ചെയ്യപ്പെടും. ഇതിനകത്ത് നമുക്കറിയാമല്ലോ, യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് സുപ്രീം കോടതി വരെ പോയതാണ് ഈ സാമ്പത്തിക വിവേചനത്തിനെതിരെ. തമിഴ്നാട് ഗവൺമെൻറ് പോയി. തമിഴ്നാട് ഗവൺമെൻറ് ഗവർണറുമായിട്ടുള്ള ഫൈറ്റ് നമ്മളെക്കാളും കുറച്ച് കൂടുതലായി, കുറച്ചുകൂടി ശക്തമായി പ്രതിരോധിച്ചവർ നിന്നു. ഇപ്പോൾ നമ്മൾ 16-ാം ധനകാര്യ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ചർച്ചകളൊക്കെ പൂർത്തിയായി അതുമായി ബന്ധപ്പെട്ട് വരുന്നു. 15-ാം ധനകാര്യ കമ്മീഷൻ നടത്തിയ കൊടും പാതകം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 100 രൂപ കേരളത്തിൻ്റെ GST വിഹിതം, ഒരു നികുതി വിഹിതമായി കിട്ടിയാൽ 27 രൂപയ്ക്കകത്താണ് നമുക്ക് കിട്ടുന്നത്. ബീഹാറിന് കിട്ടുന്നത് 700 രൂപയാണ്. ഉത്തർപ്രദേശിന് കിട്ടുന്നത് 600 രൂപയാണ്. അത് പ്രത്യേകിച്ച് കേരളം മാത്രമല്ല, ഈ നമ്മുടെ തെക്കൻ സംസ്ഥാനം, തമിഴ്നാടുണ്ട്. തമിഴ്നാട് എനിക്ക് തോന്നുന്നു 29 രൂപ ആണെന്ന് കിട്ടുന്നുള്ളൂ. അതിശേരം കർണാടകയ്ക്ക് ഏകദേശം 15 രൂപ കിട്ടുന്നുള്ളൂ. നമ്മളെക്കാളും കുറച്ച് ഏറ്റവും കുറച്ച് കർണാടകയ്ക്കാണ് കിട്ടുന്നത്. തെലുങ്കാനയ്ക്കും എനിക്ക് ഇവിടെ 40 രൂപ, അടുപ്പിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ തെക്കൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും തന്നെ
ഈ സാമ്പത്തിക നയത്തിൻ്റെ ഈ ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് അവഗണിക്കപ്പെടുന്നു എന്നുള്ള തോന്നലാണ്. ഇത് വല്ലാത്ത അപകടകരമായ ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പം BJP ആണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത്. UDF പക്ഷേ പലപ്പോഴും LDFനെ കുറ്റപ്പറാണ്. LDFനെ ഒന്ന് പിന്നെ ഈ വിഷയം പറഞ്ഞാൽ LDFന് കുറച്ച് ഗുണകരമാവുമല്ലോ, ഈ വിഷയം മറച്ചു വെക്കുകയാണ്. ഇല്ല, അത് ജയേന്ദ്ര, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വിഷയം മാത്രമല്ല, ഇപ്പോൾ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തെ പറ്റി ചർച്ച, അതിനുവേണ്ടി ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അജണ്ട കൃത്യമായി മാറ്റുന്നതാണ്. അത് ആ ചർച്ച ചെയ്താൽ പരാജയപ്പെട്ടു. വികസനത്തിന്റെ ചർച്ച ചെയ്തതിൽ ഉറപ്പായി 10 സീറ്റ് കിട്ടൂല്ലോ. അല്ല, വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിലെ കേരളം കൈവരിച്ച ഒരു കാലഘട്ടത്തിലുമില്ലാത്ത അഭൂതപൂർവമായ ഒരു വളർച്ച. അത് അഭൂതപൂർവമായ വളർച്ച മാത്രമല്ല, ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ആളുകൾ ചിന്തിക്കുന്നത് ഇതേ സമയത്ത് UDF ആയിരുന്നെങ്കിൽ ഇതിന്റെ 10-1 സംഭവിക്കുമോ? അത് കൃത്യമായിട്ട് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ശാരദക്കുട്ടി പറഞ്ഞ കേട്ടല്ലോ. അതെ, ശാരദക്കുട്ടി കൃത്യമായി പറഞ്ഞല്ലോ. നമുക്ക് പിന്നെ എന്താണ് ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷത്തിന് മുമ്പുള്ള 5 കൊല്ലത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയും. അത് വളരെ ക്രിസ്പായി പറഞ്ഞ വളരെ യാഥാർത്ഥ്യമാണത്. അവർ പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ചയുടെ അവസാനത്തിൽ മറ്റേ നമ്മുടെ വക്കീലും അത് ജയശങ്കറും പറഞ്ഞല്ലോ, എല്ലാം പിണറായിയെ കുറ്റം പറഞ്ഞിട്ട് ഇതൊരു അടുത്ത 5 വർഷം കഴിയുമ്പോൾ നേരെ തിരിച്ചു പറയുന്ന രീതിയിൽ ഒരു രീതിയിലും ഇതൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ ഒന്നും നടക്കുമായിരുന്നില്ല എന്നുള്ളത് കൃത്യമായി ഇതിനെ പറ്റി പറയുമല്ലോ. വക്കീലിന്റെ കാര്യം ആലോചിച്ച് നോക്കണം. ഈ പ്രതിഭയ്ക്കെതിരെ ഒക്കെ നടത്തിയ ഹീനമായ ആക്രമണം ഈ UDFനല്ലാതെ ഇങ്ങനെ കഴിയുന്ന എനിക്ക് വലുത് തോന്നുന്നു. ഇത്രയും ചർച്ചകൾ ചെയ്യേണ്ട സമയത്താണ് ഇത്രയും ഒരു ആവിഷ്കരണം എന്ന് പറയാൻ കഴിയില്ല. സ്ത്രീ വിരുദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് മ്ലേച്ഛമായി ഒരു വനിതാ സ്ഥാനാർത്ഥി അവരെ ആക്രമിക്കാൻ UDFന്റെ നേതാക്കന്മാർ തയ്യാറാവെന്ന് പറഞ്ഞാൽ അവർ അധപ്പതിച്ചു പോയെന്നല്ലേ? അതിൽ അധപ്പതനം ഇപ്പം ഒരു UDFന്റെ ഒരു നേതാവ്, അത് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അദ്ദേഹം അവിടുത്തെ UDFന്റെ ചെയർമാനാണ് ആ മണ്ഡലത്തിലെ. അദ്ദേഹം ഒരു സ്റ്റേജിൽ അത് പറഞ്ഞു. അത് തെറ്റാണ്. അദ്ദേഹത്തിന് നടപടിയെടുത്തു. അങ്ങനെ മുസ്ലിം ലീഗ് നടപടിയെടുത്തു. പക്ഷേ ആ യോഗത്തിൽ സംബന്ധിച്ച വേറൊരാളുണ്ട്. ആ യോഗത്തിൽ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുടെ വലങ്കയായ KC വേണുഗോപാലാണ്. അയാൾ ഇരിക്കുകയാണ് പറഞ്ഞതല്ലേ? അയാൾ ഇരിക്കുകയല്ല, അയാൾ അതിന് ശേഷമാണ് വരുന്നത്. പക്ഷെ അയാൾ പങ്കെടുത്ത യോഗമാണ്. അപ്പൊ അദ്ദേഹം വരുമ്പോ ഇങ്ങനൊരു സംഭവം നടന്നാൽ അത് മോശമായി പോയി, ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട് എന്ന് ജനങ്ങളോട് തങ്ങളുടെ പക്ഷത്തു നിന്ന്, അതായത് ആ യോഗം സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇത് പറഞ്ഞത്. അവരുടെ ചെയർമാനാണ്, ആ മണ്ഡലത്തിലെ ചെയർമാൻ. അതിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തി അല്ലെങ്കിൽ ഈ രീതിയിൽ തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതൊരു ഖേദപ്രകടനം വന്നില്ല എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിൽ പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ ന്യായീകരണം കൂടി കേൾക്കണം. പ്രതിപക്ഷ നേതാവ് ഉടനെ എടുക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഈ നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളിലേക്കാണ് പോകുന്നത്. അല്ലാതെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെ ആകാൻ LDFന് പറ്റുമെന്ന് ചോദിക്കുന്നത്. അത് ഒരു കാലത്തും സാധിക്കത്തില്ല. LDFന് ഇതുപോലെ ഈ UDFനെ പോലെ നിഷ്ക്രിയമാവാനോ വ്യക്തികളുടെ പണസമ്പാദനത്തിന് വേണ്ടി ഭരണത്തിനെ ചോദിച്ചല്ലോ ചില ആളുകൾ. ഈ കഴിഞ്ഞ ഒരു 5 വർഷം നിയമസഭയെന്ന് പറയുന്നത് എന്തു ആശയവും ധൈര്യമായി ഒരു നിയമസഭാംഗത്തിന് ഉന്നയിക്കാം. സംരക്ഷണമുണ്ട്, കോടതിയിൽ കേസും ഏർപ്പാടും വരില്ല. ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം വരാതിരുന്ന ഒരു കാലഘട്ടം അത് മാത്രം. മുസ്ലിം ലീഗിന്റെ MLA ആണോ പറഞ്ഞത് 10 കൊല്ലം കൊണ്ട് ഭരണമില്ലാത്തതുകൊണ്ട് പണമില്ല, ഭരണം കിട്ടിയാലേ നമുക്ക് പണം ഉണ്ടാകും. നല്ല ശുദ്ധഗതിക്കാരനായ നല്ലവനായ ഒരു മുസ്ലിം ലീഗുകാരൻ സത്യസന്ധമായി പറഞ്ഞതാണ്. ജനാധിപത്യത്തിൽ ഇത്രയധികം അവഹേളിക്കുന്ന ഒരു പ്രസ്താവന വെച്ചാൽ ഭരണം ഉണ്ടെങ്കിൽ പണം കിട്ടും. അപ്പോൾ ഒരു അഴിമതി സാധൂകരിക്കപ്പെടുന്ന ഒരു വർത്തമാനമല്ലേ അദ്ദേഹം പറഞ്ഞത്? അതാ പറഞ്ഞു. അപ്പൊ മുസ്ലിം ലീഗിന് കുറഞ്ഞ പക്ഷം അങ്ങനെ ഒരു സത്യസന്ധത കാണിച്ചില്ല. ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഫ്രസ്ട്രേഷനുമായി നോക്കുമ്പോൾ എത്രയോ സത്യസന്ധമായി തുറന്നു പറഞ്ഞൊരു മനുഷ്യനാണ് മുസ്ലിം ലീഗിന് പറഞ്ഞത്. മറ്റേ അദ്ദേഹത്തിന് അതല്ലല്ലോ. മറ്റേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ മറക്കുന്നു, അദ്ദേഹത്തിന്റെ നിലപാടുകൾ മറക്കുന്നു. ഇപ്പൊ പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രസ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി ആദ്യം ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലല്ലോ. പിന്നെ അതെല്ലാം നിങ്ങൾ അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് വികസനത്തിന്റെ പ്രശ്നം. ഒന്ന്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സമീപകാലത്ത് വന്ന വിള്ളലിൽ കേന്ദ്ര ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകൾ, ഇത്രയും കാതലായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ
പ്രതിപക്ഷത്തിന് കഴിയുന്നു. പ്രതിപക്ഷം കൂടി വേണം. ഭരണപക്ഷം നമ്മൾ സ്ഥിരമായി LDF നേതാക്കന്മാർ പ്രസംഗങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പ്രശ്നവും ഫെഡറലിസത്തെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സാമ്പത്തിക വിഭജനത്തെ സംബന്ധിച്ചും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ആ തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വളരെ സില്ലിയായ മാറ്റേഴ്സിനെ ഉയർത്തിക്കൊണ്ട് നമ്മളെ എത്ര വലിയ സംവിധാനം. ഞാൻ നേരത്തെ തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് ഇത്രയും ഗൗരവതരമായ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു. അവരുടെ ഒരു ആരാധനയും തോന്നും തമിഴ്നാട് രാഷ്ട്രീയത്തോടു കൂടി. നമ്മൾ ഇത്രമാത്രം നമ്മളെ രാഷ്ട്രീയം ഈ UDFും BJPയും കൂടി ബലീവസമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അസാമിലെ ആളുകളും പറഞ്ഞില്ലേ, അതാണ് അവർ നാട്ടിൽ ജോലിയിലായിട്ട് ഇങ്ങോട്ട് വരുന്നവരാണെന്നും അവർക്കൊന്നും അക്ഷരം അറിയാൻ മേലെന്നും മലയാളി വലിയ വിദ്യാസമ്പന്നരാണെന്നും അഭിമാനിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര അതിനകത്ത് മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. ഒരു മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. മാധ്യമങ്ങളും അതിനകത്ത് മനഃപൂർവ്വമായി കാതലായ വിഷയങ്ങളെ മാറ്റിവെക്കുന്നു. മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട്, അതുകൊണ്ട് അവർ തടയുന്നു. അത് അവരുടെ അജണ്ട അതാണ്. കൃത്യമായി അവരുടെ മുതലാളിയോട് കൂറ് പാലിക്കണം. അതാണ് ശരി. പക്ഷെ ഇവിടെ നമ്മൾ കർട്ടന് പുറകോട്ട് മാറ്റുന്നത് ചെറിയ കാര്യമല്ല. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ അതിരുകൾ നിർണയിച്ചിട്ടുണ്ട്. അല്ല, അതിനകത്ത് അവർ ചർച്ച ചെയ്യുന്ന കാര്യത്തിലേമോ കേന്ദ്ര ഗവൺമെന്റ് ഇത്രയധികം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിയിട്ടും കേരളത്തിൽ മുന്നേറാൻ കഴിഞ്ഞു. അപ്പോൾ ആ മുന്നേറുന്നത് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ മനോരമ പല പ്രാവശ്യം എഴുതിയെന്താണ്, ശമ്പളം ഉടനെ അടുത്ത വർഷം ശമ്പളമില്ല, ശമ്പളത്തിന് മരവിപ്പുണ്ടാവും, ഒരു ക്ഷേമ പെൻഷനുകൾ ഇല്ലാതാകും എന്നൊക്കെയാണല്ലോ പലപ്പോഴും ഇവർ എഡിറ്റോറിയൽ എഴുതുമായിരുന്നു മനോരമ. പക്ഷേ ഓരോ മാർച്ചിൻ്റെയും തലയാഴ്ച അല്ലെങ്കിൽ തലേ മാസം മാർച്ച് 31 ഖജനാവ് പൂട്ടും. ഖജനാവ് പൂട്ടിയില്ല, ശമ്പളം മുടങ്ങിയില്ല, ക്ഷാമബത്തകൾ അവസാനമാണെങ്കിൽ നൽകാൻ കഴിഞ്ഞു, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ചർച്ച ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും സാമ്പത്തിക വിനയത്തിനും ചർച്ച ചെയ്താൽ നമ്മൾ ഈ വിഷയം കൂടി ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ആ വിഷയം പുറത്തു വയ്ക്കുന്നത്. ചുരുക്കത്തിൽ ഈ വിധിയെഴുത്തിൽ ജനങ്ങളുടെ കണ്ണു മൂടിക്കെട്ടി എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറാൻ പറ്റുമോ എന്നുള്ളൊരു അവസാന ശ്രമത്തിലേക്കാണ് UDF പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തിരിച്ചറിയാൻ കഴിയുന്നൊരു വിവേകവും ഉൾക്കാഴ്ചയും ഉള്ളവരാണ് കേരള ജനതയെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉറപ്പായി പ്രഖ്യാപിക്കും എന്നുള്ളതിലൊരു സംശയമില്ല.